മറ്റാരും സഹായത്തിനില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ഞങ്ങളെന്നും മുൻകൈയെടുത്തിട്ടുണ്ട്. അതിൽ 100% വിജയവും കണ്ടിട്ടുണ്ട്. സ്വാഗതം എന്റെ വാർത്തയുടെ പുതിയ ലക്കത്തിലേക്ക്. എന്റെ വാർത്തയിൽ ഇന്നത്തെ റിപ്പോർട്ടുകൾ ഒറ്റ നോട്ടത്തിൽ. മലമ്പുഴ നിവാസികൾക്കിത് ആഹ്ലാദ നിമിഷം. എന്റെ വാർത്ത ഇംപാക്ട്. മുരളിയെ സഹായിക്കുക, കഴിയുന്നത്ര. എന്റെ വാർത്ത അമൃത ചലഞ്ച്. സ്വന്തം ഭൂമി വനഭൂമിയാണെന്ന് മുദ്രകുത്തി സർക്കാർ ഏറ്റെടുക്കുമെന്നായതോടെ ആത്മഹത്യയുടെ വക്കിലെത്തിയ ലാലിക്കുട്ടിയും 2 പെൺമക്കളും. ഇവരെ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. ഇവരുടെ കണ്ണീർ ഒടുവിൽ അധികൃതരുടെ കണ്ണു തുറപ്പിച്ചു. എന്റെ വാർത്ത സംപ്രേഷണം ചെയ്ത ആ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ ആദ്യം കാണാം, തുടർന്ന് ഇമ്പാക്റ്റും. എന്തെങ്കിലും ഒരു തീരുമാനം എനിക്കിതിന് ഒപ്പിച്ചു തന്നില്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ തയ്യാറെടുത്ത് തന്നെ അവസാനത്തെ തീരുമാനമായിരുന്നു ഞാൻ അമൃത ടിവിയിൽ അറിയിക്കാന്ന്. ഞാൻ മരിക്കാൻ തന്നെ തീരുമാനം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതൊരു ഭീഷണിയല്ല. ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ പെരുവഴിയിലായ ഒരു അമ്മയുടെയും 2 പെൺമക്കളുടെയും യാചനയാണ്. സ്വന്തമായുണ്ടായിരുന്ന മണ്ണ് വനഭൂമിയായി പ്രഖ്യാപിച്ച് സർക്കാർ ഏറ്റെടുത്തപ്പോൾ 2 പെൺമക്കളെയും കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്ന ലാലിക്കുട്ടിയുടെയും 2 പെൺമക്കളുടെയും ജീവിതകഥയിലേക്ക്. ൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് വനഭൂമിയുടെ വിസ്തൃതി കൂട്ടുന്നതിനായി പുതിയൊരു നിയമം നടപ്പിലാക്കിയത്. വനഭൂമിയും കൃഷിഭൂമിയും തമ്മിലുള്ള അനുപാതം കൃത്യമാക്കാൻ വേണ്ടി നടപ്പിലാക്കിയ നിയമത്തിലെ അപാകതകളാണ് ലാലിക്കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതം പെരുവഴിയിലാക്കിയത്. കർഷകന് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല. നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു നോട്ടീസും കൊടുക്കാതെ അവരുടെ ഭൂമി യഥേഷ്ടം സർക്കാർ കൈക്കലാക്കുകയായിരുന്നു. നഷ്ടപരിഹാരം ഒന്നും ഇല്ലാത്ത ഒരു പ്രക്രിയയായിരുന്നു ഇത്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ പഞ്ചായത്തിൽപ്പെട്ട 75 സെന്റ് റബ്ബർ പുരയിടത്തെ ആശ്രയിച്ചാണ് ഇവരുടെ ജീവിതം കഴിഞ്ഞു വന്നത്. 2011 വരെ സ്വന്തം പേരിൽ കരമടച്ച് രേഖകൾ സഹിതം ജീവിച്ചു പോന്നവരാണിവർ. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ദിവസം മേലിൽ വസ്തുവിലും വീട്ടിലും പ്രവേശിക്കാൻ പാടില്ലെന്ന നിബന്ധനയുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നതോടെയാണ് കാര്യങ്ങൾ ഇവരുടെ കൈവിട്ടു പോയത്. കൊച്ചുങ്ങളെ പഠിപ്പിക്കാനും വളർത്താനും എല്ലാം ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം 6 വർഷമായിട്ട് ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് ഇതിനകത്തോട്ട് ഒട്ടും കയറാൻ പറ്റുകയില്ല, ഇതിനകത്ത് ആദായം എടുക്കാൻ പറ്റുകയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു വഴിയില്ല. 1 സെന്റ് ഭൂമി പോലും ഞങ്ങളുടെ പേരില്ല. ഫോറസ്റ്റ് ഓഫീസറുടെ അടുത്തും വില്ലേജ് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞങ്ങളോട് കൈക്കൂലിയാണ് ചോദിക്കുന്നത്. ഈ കൈക്കൂലി കൊടുക്കാനായിട്ടുള്ള ഒരു മാർഗവും ഞങ്ങളുടെ അടുത്തില്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്ത് ഞങ്ങളുടെ ജീവിതമാർഗം നോക്കാവുന്നേ ഉള്ളൂ. കേരളത്തിലെ വനഭൂമികൾ കുത്തക മുതലാളിമാർ കയ്യേറുമ്പോഴും യാതൊരു രേഖകളുമില്ലാതെ സമരം ചെയ്യുന്നവർക്ക് വേണ്ടി വനഭൂമി പതിച്ചു നൽകുമ്പോഴും കാട്ടാത്ത ശുഷ്കാന്തിക്ക് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയാൽ മാത്രമേ NOC ലഭിക്കൂ എന്നാണ് ഇവർ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും എനിക്ക് അനുകൂലമായി വിധിച്ച ഈ സ്ഥലത്തിന് നാളിതുവരെ NOC തരുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയുണ്ടായ സ്ഥിതിക്ക് NOCയുടെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശവും ഗവൺമെൻറ്റിൻ്റെ അറിവിലും ഉള്ളത്. സർക്കാർ നടപടികൾക്കെതിരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നീതികേടിനെതിരെയും ശബ്ദമുയർന്നു തുടങ്ങിയ നിമിഷത്തിൽ തന്നെ ഞങ്ങളുടെ ഷൂട്ടിംഗ് തടയാനായി വനപാലകരും സ്ഥലത്തെത്തി. ചുറ്റിലും നാട്ടുകാർ കൂടിയതോടെ രംഗം വഷളായി. വനപാലകരും നാട്ടുകാരും കൂടി ചേർന്നതോടെ സ്ഥലത്താകെ ജനക്കൂട്ടം. സ്വന്തം മണ്ണിന് വേണ്ടിയുള്ള അമ്മയുടെയും മക്കളുടെയും കണ്ണീർ കണ്ടതോടെ നാട്ടുകാർ ഓരോരുത്തരായി തങ്ങളുടെ ദുരവസ്ഥയും വെളിപ്പെടുത്താൻ തുടങ്ങി. കുടുംബസ്വത്തായി കിട്ടിയ 2 ഏക്കർ മുതൽ 5 സെന്റ് വരെയുള്ള പട്ടയഭൂമിക്ക് വേണ്ടി ഒരു നാടൊന്നടങ്കം പോരാട്ട വഴിയിലേക്ക് കടന്നു വന്നതോടെ വനപാലകർ പിൻവാങ്ങി. മുത്തച്ഛന്മാരൊക്കെ കാലത്തിരുന്ന് കൊത്തി ഞങ്ങൾ അതിലെ ജീവിതം സാറ്. അപ്പോൾ ആ ഭൂമിയിലെ ജീവിതത്തിൽ നാം ഇരുന്ന് നാം വരുമ്പോൾ ഒരു കാലഘട്ടത്തിൽ സർക്കാർ വന്ന് ജണ്ട് കാണാതെ ജണ്ട് പോട്ടതിലിருந்து സർക്കാർ തന്നെ വന്ന് ഞങ്ങളുടെ ചാട് അതെല്ലാം വെട്ടി കൊത്തി തീയിട്ട് എന്നെ തൊന്തരവ് പണിയുന്നത്. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഭാവിയിൽ കരുതേണ്ടത്
ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളിൽ നിന്നും സർക്കാർ തന്നെയാണ് ഞങ്ങളെ ചൂഷണം. ഒരു ഭാഗത്ത് ആദിവാസികളെ നന്നാക്കുവാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ആദിവാസികളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് നിയമവിരുദ്ധമായിട്ട് ഒരു ഭൂമിയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ കയ്യേറ്റക്കാരല്ല. റീസർവേയിൽ വന്ന പാളിച്ചകളും കൈക്കൂലിക്ക് വേണ്ടിയുള്ള കള്ളക്കളികളുമാണ് തങ്ങളുടെ ജീവിതത്തെ ഈ ഗതിയിലാക്കിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ റീസർവേ വന്ന അപാകത മൂലം ചില വ്യക്തികളുടെ ഭൂമികളിൽ തണ്ടപ്പേര് മാറ്റം വരും. ഈ തണ്ടപ്പേര് മാറ്റം വരുമ്പോൾ ആ ഭൂമി ഫോറസ്റ്റ് ഭൂമിയായി മാറും. ഈ റീസർവേയിൽ വന്ന തെറ്റ് ആരെ തിരുത്തേണ്ടത്? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്നാൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ് ഇവിടെ കൊട്ടിഘോഷിച്ചിട്ട് സർവേ നടത്തുന്നുണ്ട്. ഒരു സർവേയും പ്രാബല്യത്തിൽ വരുന്നില്ല. ഒരു സർവേയിലും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. 1/1/77 മുമ്പ് ഉള്ള കർഷക ഭൂമികൾ ചെറുകിട കർഷകൻ്റേതാണെന്നുണ്ടെങ്കിൽ അവന് വിട്ടുകൊടുക്കാം എന്ന് കേന്ദ്രവും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അംഗീകരിച്ച ഒരു നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട്. ആ നിയമത്തിൻ്റെ ആനുകൂല്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പാലക്കാട്ടിലെ ഒരു കർഷകനും നിയമാനുസൃതമല്ലാതെ ഒരു ഭൂമിയും കയ്യിൽ വെച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ മലബാർ റീജിയനിലെ ആരും. അവരെല്ലാവരും അവരുടെ ഭൂമി സർക്കാരാണ് കൈവശം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ WPCയിൽ കൂടെ ഈ 1/1/77 മുമ്പുള്ള കർഷക ഭൂമിയാണ് എന്ന് തെളിഞ്ഞാൽ ആ ഭൂമി ഞങ്ങൾക്ക് തന്നെ ഉപാധികളില്ലാതെ പട്ടയവും മറ്റ് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടുകൂടി വിട്ടുതരണം എന്നാണ്. ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ഈ നാട്ടുകാർക്ക് തങ്ങളുടെ ഭൂമിയിൽ കയറാനോ കൃഷി ചെയ്യാനോ അവകാശമില്ലാതായി. ഭൂമിക്ക് നികുതി ഒടുക്കിയ പണം ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ട് തങ്ങളെ ആട്ടിപ്പുറത്താക്കുന്ന സർക്കാർ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ നിന്ന് പോലും കൂടെ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന ഒരു സാവകാശം ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? നിയമത്തിൻ്റെ പരിരക്ഷ ആർക്കൊക്കെ കൊടുക്കാമോ അവർക്ക് എല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷ കൊടുക്കണം. അവർക്ക് ന്യായം കിട്ടുന്നതിനും നീതി കിട്ടുന്നതിനും വേണ്ടി ഈ കർഷക സംരക്ഷണ അസോസിയേഷൻ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഞങ്ങൾ കോടതി മുഖേന നിയമം നടപ്പാക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകം പെടുത്തണം. അതായത് 2015 നേച്ചർ ലവേഴ്സ് എന്ന് പറയുന്ന സംഘടന കൊടുത്ത കേസിനൊരു വിധിയുണ്ടായി. അതായത് അന്യാധീനപ്പെട്ടു പോയ സർക്കാരിൻ്റെ ഭൂമി തിരിച്ചു പിടിക്കണം എന്നും പറഞ്ഞാണ് അവർ കൊടുത്തത്. അപ്പോൾ അതിലുണ്ടായ വിധി എന്താണ്? അതായത് 1/1/77 മുമ്പുള്ള ഭൂമികൾ കർഷകന് വിട്ടുകൊടുത്തുകൊണ്ടും അതിനുശേഷമുള്ള എൻക്രോച്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൈവശപ്പെടുത്തിക്കൊണ്ടും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് ആ കോടതിയുടെ വിധിയിൽ കൂടി ഉണ്ടായത്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളാരും 1/1/77 പിൻപ് ശേഷം ഈ കൈയടക്കിയ ഭൂമികളല്ല. ഞങ്ങളുടെ ഭൂമി സർക്കാർ കൈയടക്കി അതിൻ്റെ ഞങ്ങളുടെ ഭൂമിയിലുള്ള അവകാശം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിൽ നിന്നെല്ലാം നടക്കുന്നത്. 1977 മുമ്പേ കൈവശമുള്ള കൃഷിഭൂമികൾ കർഷകർക്ക് തന്നെ തിരികെ നൽകണമെന്ന നിയമത്തെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അംഗീകരിച്ചതാണ്. മാത്രമല്ല കോടതി വിധികൾ പോലും ജനങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചിട്ടുമുണ്ട്. ഭൂമിയുടെ സകല രേഖകളും ഇന്നും ഇവരുടെ കൈവശമുണ്ട്. അനുകൂല സാഹചര്യങ്ങൾ ഇത്രയേറെ ഉണ്ടായിട്ടും നീതി നടപ്പാക്കാത്തതിന്റെ വിഷമത്തിലാണ് ഈ ജനങ്ങൾ. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് മരിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ല. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമില്ല. എനിക്ക് ഈ സ്ഥലം മേടിച്ച് തന്നാൽ മതി. എനിക്ക് ജീവിക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്നത്. റീസർവേ അപാകതകൾ പരിഹരിച്ച് ഇവരുടെ ഭൂമി ഇവർക്ക് തിരിച്ചു നൽകണം. പാലക്കാട് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് ബാബുരാജ്. ഈ വാർത്തയുടെ ഇമ്പാക്ട് കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജനകീയ പോരാട്ടങ്ങൾക്കൊപ്പമുള്ള ജൈത്രയാത്ര തുടരുന്നു. മലമ്പുഴ നിവാസികൾക്ക് ഇനി പ്രതീക്ഷയുടെ പുതിയ ജീവിതം. ഇനി എന്റെ വാർത്ത ഇമ്പാക്ട്. (2011) വരെ സ്വന്തം പേരിൽ കരമടച്ച് അനുഭവിച്ചിരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വനഭൂമിയായി മാറിയതിന്റെ നടുക്കത്തിലായിരുന്നു മലമ്പുഴയിലെ ഈ പാവപ്പെട്ട ജനങ്ങൾ. ഇവരുടെ വേദന എന്റെ വാർത്തയിലൂടെ പുറത്തു വന്നതോടെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് കളമൊരുക്കി. എന്റെ വാർത്തയിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങൾ ലോകമറിഞ്ഞതോടെ കൂടുതൽ ആവേശത്തോടെ മലമ്പുഴ നിവാസികൾ തങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നു. ഇക്കഴിഞ്ഞ 24-ാം തീയതി സഖാവ് VS അച്യുതാനന്ദനെ നേരിൽ കണ്ട് ഇവർ തങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി WPC പ്രകാരം ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ഉത്തരവ് അടിസ്ഥാന പാലക്കാട് ജില്ലയിൽ വിവിധ വില്ലേജുകളിൽ 356 കർഷകരുടെ ഭൂമി
റവന്യൂ വനം അധികൃതർ സംയുക്ത പരിശോധന നടത്തി 1/1/77 തീയതിക്ക് മുമ്പാണ് കൈവശം കണ്ടെത്തി കർഷക ഭൂമിക്ക് റെക്കോർഡ് ഓഫ് പൊസിഷൻ ലഭ്യമാക്കുക. ഈ ഫയലുകൾ ഇപ്പോൾ കറക്റ്റായിട്ട് ലഭിക്കും. എന്റെ വാർത്ത തുടക്കമിട്ട വാർത്താ വിപ്ലവം അതോടെ മറ്റു മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തു. ഇതിനു മുൻപ് തന്നെ മന്ത്രിതലത്തിൽ വരെ ചർച്ചകൾ സജീവമായിരുന്നു. തുടർന്നാണ് ഇവർക്ക് ഏറെ പ്രതീക്ഷയേകുന്ന സർക്കുലർ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. പുതിയ സർക്കുലർ പ്രകാരം 1961 ഭൂനികുതി നിയമപ്രകാരം 2ാം വകുപ്പ് അനുസരിച്ച് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതും 1957 കേരള ഭൂസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതുമായ ഭൂമികൾ ഒഴികെ എല്ലാ ഭൂമികൾക്കും ഇനമോ തരമോ കണക്കിലെടുക്കാതെ അടിസ്ഥാന ഭൂനികുതി ഭൂമി കൈവശക്കാരിൽ നിന്നും ഈടാക്കാമെന്നും സർവേ ചെയ്തിട്ടില്ലാത്ത ഭൂമികളിൽ ഭൂനികുതി താൽക്കാലികമായി ഈടാക്കാവുന്നതാണെന്നും പറയുന്നു. ഭൂനികുതി അടയ്ക്കുവാൻ വരുന്ന ആളിന്റെ നികുതി നിയമപരമായി സ്വീകരിക്കുവാൻ കഴിയുന്നതാണെങ്കിൽ അന്നു തന്നെ സ്വീകരിച്ച് രസീത് നൽകണമെന്നും പറയുന്നു. നികുതി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ കൈവശക്കാരനെ രേഖാമൂലം അറിയിക്കേണ്ടതും ആക്ഷേപമുള്ളവർക്ക് തഹസീൽദാർ മുമ്പാകെ പരാതിപ്പെടാൻ അവകാശമുണ്ടെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കുമെന്നതുൾപ്പെടെ 12 വ്യവസ്ഥകളാണ് പുതിയ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തഹസീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭേദഗതി നടപ്പിൽ വരുത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്കാണ്. ജനങ്ങളുടെ അത്യാവശ്യം പരിഗണിച്ച് പാലക്കാട് ജില്ലാ കളക്ടർ പി മേരിക്കുട്ടി IAS ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെ എന്റെ വാർത്ത വിശ്വസിക്കുന്നു. ജനങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും സർക്കാരിനും എന്റെ വാർത്തയുടെ അഭിനന്ദനങ്ങൾ. സർക്കാരിനൊടുവിൽ തിരിച്ചറിവുണ്ടായിരിക്കുന്നു. നടപടിക്രമങ്ങൾ നടപ്പിൽ വരുത്താൻ ചുമതലപ്പെട്ട ജില്ലാ കളക്ടർ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെ എന്റെ വാർത്ത പ്രത്യാശിക്കുന്നു. ഞങ്ങൾക്കൊപ്പം തുടരുക ഒരു ചെറിയ ഇടവേള കൂടി. ഒരു വീഴ്ചയിൽ തളർന്നുപോയ മുരളിയുടെ ജീവിതത്തിന് കൈത്താങ്ങൊരുക്കാൻ എന്റെ വാർത്ത പ്രേക്ഷക സഹായം തേടുകയാണ്. ഇനി എന്റെ വാർത്ത അമൃത ചലഞ്ച്. മെലഡി പോലെ മധുരതരമായിരുന്നു കൊട്ടാരക്കര ഉമ്മന്നൂർ സ്വദേശിയായ മുരളിയുടെ ജീവിതം. തിരുവനന്തപുരം സംഗീത കോളേജിൽ നിന്ന് വയലിനിൽ ഗാനഭൂഷണവും സംസ്കൃതത്തിൽ MAയും നേടി പ്രാരാബ്ദങ്ങളോട് പോരാടാൻ തുടങ്ങിയതായിരുന്നു ഈ മനുഷ്യൻ. പക്ഷെ അപശ്രുതി മീട്ടി വിധി മുരളിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. താളം പിഴച്ച യുവാവിന്റെ ജീവിതം പിന്നെ ദുരിതമയമായി മാറി. ഉന്നത പഠനം പൂർത്തിയാക്കി അധ്യാപകനായി ജോലി ആരംഭിച്ചെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങളോട് പോരാടാൻ മുരളിക്ക് ആ വരുമാനം തികയുമായിരുന്നില്ല. പഠനത്തിലുള്ള തന്റെ യോഗ്യതകളെല്ലാം മറന്ന് മുരളി കൂലിപ്പണിക്കിറങ്ങി. മുരളിയും അമ്മയും മാത്രമുള്ള ഈ കുടുംബം നല്ല നാളുകൾ സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോഴാണ് വിധി ഇവരുടെ ജീവിത താളം തെറ്റിച്ചത്. വീടിന്റെ ടെറസിൽ നിന്ന് പേരയ്ക്ക പറിക്കുകയായിരുന്ന മുരളിയുടെ കാൽ വഴുതി മരക്കൊമ്പോടുകൂടി നിലത്ത് വീണ മുരളി പിന്നെ എണീറ്റില്ല. വീണിട്ട് എണീക്കാൻ നോക്കിയിട്ട് എണീക്കാൻ കഴിഞ്ഞില്ല. കുറേ കഴിഞ്ഞ് 1 മണിക്കൂറോളം കഴിഞ്ഞു. അപ്പോഴാ ഒരു കൂട്ടുകാരൻ വരുന്നത്. അവനോട് ആ വിവരം പറഞ്ഞു. പിന്നെ അവർ ബാക്കി എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് പറഞ്ഞു. അവർ കൊട്ടാരക്കര ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഷെയ്ഡിൽ നിന്ന് പിടിവിട്ട് നേരെ താഴെ വീണ് ബാക്കിലോട്ട് വീണ് പാറ മുനച്ചിരുന്ന പാറയ്ക്കകത്താണ് പുള്ളി വന്ന് വീണത്. വീണ ഉടനെ ഇവിടെ ആരും ഇല്ലായിരുന്നു. 2 മണിക്കൂറോളം അവിടെ കിടന്നു. അപ്പം ഞങ്ങളൊക്കെ വർക്കിലായിരുന്നു. അങ്ങനെ അറിഞ്ഞും കേട്ടും ഞങ്ങളെല്ലാം വന്ന് ഇവിടുന്ന് അന്നേരം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിച്ചു. മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ബോധവും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. 1 മണിക്കൂറോളം അവിടെ കിടന്നു. അങ്ങനെ അവിടെ കയറി ഡോക്ടറെ കണ്ടതിന് ശേഷം സുഷ്മന നാടിക്ക് ചതവാണ് സംഭവിച്ചത്. മുരളി നല്ലൊരു വയലിനിസ്റ്റാണ്. അതായത് ഗാനഭൂഷണം വയലിൻ പാസ്സായതാണ് തിരുവനന്തപുരത്ത് നിന്ന്. അതുപോലെ തന്നെ MA ബിരുദധാരിയാണ്, സംസ്കൃതം ബിരുദധാരിയാണ്. സാമൂഹികമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന നല്ലൊരു വ്യക്തിത്വമായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും അരയ്ക്ക് താഴെ തളർന്ന് മുരളിയുടെ ജീവിതം കട്ടിലിൽ തളച്ചിടപ്പെട്ടു. പണമില്ലാതായതോടെ ചികിത്സകളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മെഡിക്കലിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് PCP സെൻ്ററിൽ കൊണ്ടുപോയി. തിരിച്ച് പിന്നെ എനിക്ക് നിവർത്തിയില്ലാഞ്ഞ് പിന്നെ ഞാൻ കൊണ്ടുപോരുന്നു വീട്ടിൽ. പിന്നെ നിർത്താൻ എന്നെ കൊണ്ട് കഴിവില്ലാതായിപ്പോയി. എന്നെ കൊണ്ട് തന്നെ പറ്റത്തുമില്ല. എടുക്കാനും പിടിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിവില്ല. ഞാൻ ഒരു രോഗിയാണ്. ഇദ്ദേഹത്തിന് ഉണ്ടായത് സ്പൈനൽ കോഡിന് കൺഡ്യൂഷനാണ്. അതായത് സുഷുമ്ന നാഡിക്ക് വന്ന സുഷുമ്ന നാഡി, മലയാളത്തിൽ പറഞ്ഞ സുഷുമ്ന നാഡി അമർന്നു പോകുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് പുള്ളിക്കാരനെ റീഹാബിലിറ്റേഷൻ ചികിത്സയിലൂടെ തിരിച്ച് അദ്ദേഹത്തെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന്
സാറിനും എനിക്ക് ബോധ്യപ്പെടുകയും ആ വിവരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കുകയും ചെയ്തു. വൃദ്ധയായ അമ്മ മാത്രമാണ് മുരളിക്ക് ഇന്ന് ആശ്രയം. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അമ്മയെ കാത്തിരിക്കേണ്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വീട് വിട്ട് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ. സ്വന്തം അവശതകളെല്ലാം മറന്ന് ഈ അമ്മ പായ നെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന് പുറത്താണ് ഇന്നിവരുടെ ജീവിതം. അമ്മ വയസ്സായ ഒരു സ്ത്രീ, അവർക്കും അങ്ങനെ അധികം ജോലിക്കൊന്നും പോകാനും പറ്റത്തില്ല. അവർ പിന്നെ എൻ്റെ കാര്യങ്ങൾ മൊത്തം നടത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. മലമൂത്ര വിസർജനങ്ങൾക്കായാലും കുടിക്കാനോ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അത് അമ്മ തന്നെയായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കും ജോലിക്കൊന്നും പോകാൻ വയ്യ, വളരെ ബുദ്ധിമുട്ടാണ്. മുരളിയുടെ അമ്മയാണെങ്കിൽ നേരത്തെ വണ്ടി ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പായ് നെയ്ത്ത് മുരളിയെ ശുശ്രൂഷിക്കേണ്ടതുകൊണ്ട് അങ്ങനെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. പിന്നെ പായ് നെയ്ത്തും അതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന തുച്ഛമായ വരുമാനമാണ് അവർക്ക് ഇപ്പോഴുള്ളത്. മുരളിയുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അഞ്ചലിലുള്ള ഫിസിയോതെറാപ്പി സെന്ററിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയെങ്കിലും തുടർച്ചയായ ചികിത്സയ്ക്ക് ഭാരിച്ച തുക വേണ്ടിവരുമെന്നറിഞ്ഞു. പക്ഷേ അന്നത്തിന് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ അമ്മയ്ക്കും മകനും ലക്ഷങ്ങളുടെ കണക്ക് സ്വപ്നങ്ങളിൽ പോലുമില്ല. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ നാട്ടിലെ ഒരു പൊതുസ്ഥിതിയും അത് തന്നെയാണ്. എല്ലായിടവും സാമ്പത്തികം മുതലെങ്കിലും എല്ലാവരും ഒരാൾ കഴിയുന്ന സഹായമൊക്കെ ചെയ്താണ് ഇതുവരെയുള്ള ചികിത്സ മുമ്പോട്ട് പോയത്. ഇപ്പോൾ ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അഞ്ചല് നമ്മളൊരു ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലുള്ള ചികിത്സ ഒരുപാട് രോഗികൾ ഉണ്ട്. അവരെയൊക്കെ ഒരുമാതിരിപ്പെട്ടുള്ള എണീച്ച് നടക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പം ഈ അരയ്ക്ക് താഴോട്ട് പുള്ളി ഉറപ്പ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ആയാലും അവിടെ ഒരു 2-3 മാസത്തോളം അവിടെ കിടന്ന് ചികിത്സിക്കണം. അപ്പം അവിടെ ഒരാളെ നമ്മളിപ്പോൾ നിർത്തണമെങ്കിൽ തന്നെ കൂടെ നിൽക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. ആരെങ്കിലും ഒരാളെ കൊണ്ട് നിർത്തിയാൽ തന്നെ അവരുടെ ചിലവുകളും പിന്നെ ചികിത്സയ്ക്ക് ഏകദേശം 2-2.5 ലക്ഷത്തോളം രൂപ ചിലവാകും. അദ്ദേഹത്തെ പരിശോധിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണുകയും അദ്ദേഹത്തെ ഞാൻ എൻ്റെ പ്രൊഫസറായ ഡോക്ടർ കൈലാസ് വിശ്വനാഥ് സാർ അദ്ദേഹത്തെ കാണിക്കുകയും അദ്ദേഹം കൂടെ മിസ്റ്റർ മുരളീധരനെ പരിശോധിച്ചതിന് ശേഷം ഫിസിയോതെറാപ്പി ചികിത്സയിലൂടെ ശ്രീ മുരളീധരനെ മുന്നോട്ട് പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി. ഫിസിയോതെറാപ്പി ആരംഭിച്ചാൽ വീട്ടിലേക്ക് മടങ്ങാൻ പാടില്ല. ദിവസവും 8 മണിക്കൂർ വരെ നീളുന്ന ചികിത്സയ്ക്ക് അവിടെ താമസിക്കേണ്ടി വരും. എല്ലാം വലിയ ചിലവുള്ള കാര്യങ്ങൾ. ചികിത്സ നടത്തിയാൽ മുരളി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പിയും റീഹാബിലിറ്റേഷൻ ചികിത്സ എന്ന് പറയുമ്പോൾ വളരെ നീണ്ട ചികിത്സയാണ്. അദ്ദേഹത്തെ വീൽ ചെയറിന് ഡിപ്പെൻഡ് അവസ്ഥയെന്ന് മാറ്റി അദ്ദേഹത്തെ നടക്കാൻ പ്രാപ്തമാക്കി എടുക്കുന്നു എന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ചികിത്സ വേണം. അതിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സഹായവും കുടുംബത്തിൻ്റെ സപ്പോർട്ടും പിന്നീട് ഈ അമൃത TV കൂടെ ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികളുടെ സന്മനസ്സുകളുടെ സഹായങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ ചെറുപ്പക്കാരനെ തിരിച്ച് കൈപിടിച്ച് ജീവിതത്തിലോട്ട് എത്തിക്കാം. ഞങ്ങളെ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് അത് പോരാ. കാര്യം മറ്റുള്ള ആൾക്കാരും അറിയണം ഇങ്ങനെയുള്ളൊരു കലാകാരനും സംസ്കൃതത്തിൽ ഒരു അധ്യാപനം കൂടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് എണീച്ച് നടക്കുകയാണെങ്കിലും ഉള്ള ഒരു ത്രാണി ഉണ്ടാക്കിയാൽ അത്രയും നല്ലത്. അതുകൊണ്ട് ഒരു ചെറിയ കൈ സഹായം എന്നുള്ള രീതിയിലെങ്കിലും മറ്റുള്ള ജനമനസ്സുകളിലേക്ക് ഞങ്ങൾ ഈ ഒരു കാര്യം അറിയിക്കുകയാണ്. ഈ ചികിത്സാ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ സഹായം ലഭിച്ചാൽ എനിക്ക് നേടിയിട്ടിരിക്കാനും എൻ്റെ പ്രാഥമിക കാര്യങ്ങളെങ്കിലും ചെയ്യാനുള്ള ഇത് എനിക്ക് ലഭിക്കും. അതിന് നിങ്ങളുടെ എല്ലാ സഹായം എനിക്ക് വേണം എന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, മുരളിയുടെയും അമ്മയുടെയും നീറുന്ന ജീവിതത്തിന് നമുക്കൊരു കൈത്താങ്ങൊരുക്കാം. നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ മുരളീധരന്റെയും ചെല്ലമ്മയുടെയും പേരിൽ ഉമ്മന്നൂർ കോർപ്പറേഷൻ ബാങ്കിലെ 5291002583 എന്ന ജോയിന്റ് അക്കൗണ്ടിൽ മാറാവുന്ന വിധത്തിൽ ചെക്കായോ DD ആയോ ദ സീനിയർ മാനേജർ HR അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ ഇന്ന് തന്നെ എത്തിക്കുക. താളം തെറ്റിയ മുരളിയുടെ സംഗീത ജീവിതത്തെ ശ്രുതിമധുരമാക്കാൻ നമുക്കൊന്നിക്കാം. മനസ്സറിഞ്ഞ് സഹായിക്കാം.
നിങ്ങളുടെ മുന്നിലുള്ള ഇത്തരം റിപ്പോർട്ടുകൾ ഇന്ന് തന്നെ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ദ പ്രൊഡ്യൂസർ, എന്റെ വാർത്ത, അമൃത TV, ഇടഗ്രാമം, കരിമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ info@amrudatv.com. ഫോൺ 9746287526. നേരിനൊപ്പം നിൽക്കുന്ന വാർത്തകളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.